അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് പള്ളിയിൽ നിന്ന് സങ്കടത്തോടെയാണ് ഷെഫി ഉസ്താദ് ഇറങ്ങിയത്. കാരണം മറ്റൊന്നുമല്ല, താൻ നിക്കാഹ് കഴിച്ച തൻ്റെ പെണ്ണ് സീനത്ത് തന്നോട് പറഞ്ഞ ആ ഒരു വാക്ക്. അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയാത്തതായിരുന്നു. ഉസ്താദ് അതാ അന്ന് മദ്രസയിലേക്ക് പോകുന്നില്ല. നേരെ വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കുമ്പോൾ ഫർസാനയുടെ ഉപ്പയായ തൻ്റെ ഗുരുനാഥൻ പറയുന്നു, മോനെ ഷെഫി, എന്താ മദ്രസയിലേക്ക് ഉസ്താദേ, ഇനി നാളെ എക്സാം അല്ലേ, അത് ഞാൻ മറ്റൊരുത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം ഇൻഷാ അല്ലാ 2 ദിവസം മാത്രം ബാക്കി. മോനെ ശരിയല്ല, റാഹത്താകട്ടെ. ആ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഷെഫി ഉസ്താദ് ശ്രദ്ധിച്ചു. തൻ്റെ മകളെ കൊണ്ട് പറഞ്ഞതായിരുന്നു എന്നെ, പക്ഷേ എല്ലാം ഇങ്ങനെയായിപ്പോയി. സാരല്ല. ഉസ്താദ് നേരെ അതാ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ മോനെ കാത്തിരിക്കുന്നു. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിയെ കാണാനില്ലല്ലോ, ഇത്രയും നേരമായല്ലോ. 2 ദിവസം ആണ്. ഇന്നൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ചൊക്കെ പറഞ്ഞിരിക്കണം, എന്നാലും ഒന്ന് പോയി പറയാനുള്ളടത്ത് പറയാൻ ഞാൻ പറ്റൂലല്ലോ. പഠിച്ചോനെ, എൻ്റെ കുട്ടിയുടെ ആ ഉമ്മ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. ദൂരെ നിന്നും അതാ ഒരു ബൈക്ക് കാണുന്നു. മാഷാ അല്ലാ, എൻ്റെ കുട്ടി എത്തി. മോനെ, ഉമ്മാൻ്റെ കുട്ടി. ഞാൻ വിചാരിച്ച എന്താ നേരം വൈകി. ഒന്നുമില്ലമ്മ, നേരത്തെ എത്തിയില്ലേ. മോനെ, എന്നാൽ നമുക്ക് പോവല്ലേ? ചായ കുടിച്ചിട്ടില്ല എൻ്റെ പൊന്നു മോനെ? വരി, ഇതാ ചായ കുടിച്ചോളേ. ഉമ്മ അവനിക്ക് വേണ്ടി അതാ ചായ നൽകുന്നു. ഉമ്മ ചായ ഒന്നും വേണ്ട, ഉമ്മ മാറ്റിക്കൊള്ളുന്ന പറഞ്ഞിട്ടുള്ളേ. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അവനും കൂടെ ബൈക്കിൽ കയറി യാത്ര തുടരുന്നു. അത്യാവശ്യമായുള്ള സ്ഥലത്തെല്ലാം പോയി പറയണം. അങ്ങനെ അതാ ആദ്യം തന്നെ ഉപ്പയുടെ കുടുംബത്തിലേക്കാണ് പോയത്. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഉപ്പയുടെ പെങ്ങന്മാർ അതുപോലെ മക്കൾ അവിടെയൊക്കെ ഒന്ന് പോയി പറഞ്ഞു. പിന്നീട് ഉമ്മയുടെ കുടുംബത്തിലേക്കാണ് പോയത്. ഫാമിലിയിൽ അധികം ആളുകളൊന്നുമില്ല. ഉപ്പാക്ക് ജ്യേഷ്ഠനും അനിയനും ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മായികളുടെ വീട്ടിലേക്കാണ് പോയത്. അവരെല്ലാവരും പറഞ്ഞു, മക്കളെ എന്തിനാ പൊരിവേലത്ത് കഷ്ടപ്പെട്ട് വന്നത്, ഞങ്ങൾ വരുമല്ലോ. അല്ല, കുറേ ആയില്ല ഇങ്ങോട്ടൊക്കെ വന്നിട്ടും. അതിനെന്താ, പിന്നെ പറയാനുള്ളത് ഇങ്ങനെ പറയാൻ പറ്റൂരല്ലോ, വിളിച്ച് പറയാൻ പറ്റൂരല്ലോ. ഇപ്പാൻ്റെ പെങ്ങന്മാരെന്നൊക്കെ പറഞ്ഞാൽ ആരാ? ഉപ്പാൻ്റെയൊക്കെ സ്ഥാനം തന്നെയാണേ. എനിക്കറിയാം. എന്തേ കുട്ടിയെ? അല്ല, മഹറൊക്കെ വാങ്ങിയേക്കില്ലടി, അന്ന് നിക്കാഹ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചറിഞ്ഞീനോ? മഹറൊക്കെ വാങ്ങി, ഒരു 3/4 പവൻ്റെ വാങ്ങിക്കണേ. എങ്ങനെ, അവിടെ നിന്ന് കുട്ടീൻ്റെ അടുത്ത് ഉണ്ടായിരുന്നോ പൈസ? അൽഹംദുലില്ലാ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി മണവാട്ടിയെ കൊണ്ടുവരാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വരണം. എന്തായാലും കുട്ടി കഴിച്ചില്ലാവും, കാരണം കെട്ടുന്ന മോനല്ലേ. ഷെഫി മോനെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. പിന്നെ ഉമ്മാക്കൊക്കെ അനുസരിച്ച് നല്ല ദീനിയായി നടക്കേണ്ട ഒരു കുട്ടിയല്ലേ. അല്ലെങ്കിലൊടി ഉസ്താദ്മാരൊക്കെ കെട്ടിയാലൊക്കെ ഭാഗ്യം തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ ചിലർക്ക് ഫാഷനും ഇതൊക്കെ നടക്കുന്നവർക്ക് അതൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ തന്നെ. പുതിയണ്ണിന് എന്താ പർദ്ദ തന്നെയാണോ? പുതിയണ്ണിന് പർദ്ദ ഹിജാബും അതല്ലേ ഓൻ്റെ ഫീൽഡ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ നടക്കണ്ടേ, അല്ലേ പറ്റൂലല്ലോ. ഉപ്പയുടെ പെങ്ങന്മാരെല്ലാം പാവങ്ങൾ തന്നെയായിരുന്നു, ഷെഫി ഉസ്താദിനെ പോലെ തന്നെ. എന്നാലും സ്നേഹമുള്ളവരായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആങ്ങളുടെ കുട്ടിയെ കണ്ടപ്പോൾ അമ്മായികൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പൊന്നു മോനെ, ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരേ ഒരു ആങ്ങളായിരുന്നു. ഓനധികം നിൽക്കാതെ പോയി. ഈ പൊന്നു മോനെ സമ്മാനിച്ചിട്ട് കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓൻ്റെ മുഖത്തേക്ക് നോക്കണേ പോലെ തന്നെ തോന്നാണ്. അമ്മായിൻ്റെ കുട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിട്ടോ, ഞങ്ങളെ കൊണ്ട് കഴിയണമൊക്കെ ഞങ്ങൾ ചെയ്തുതരാം. സ്നേഹത്തോടെ അമ്മായികൾ അതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പോകുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഒരു തുക ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഷെഫി ഉസ്താദ് അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഉമ്മയും പറഞ്ഞ്, പഠിച്ച റബ്ബേ വേണ്ട, അങ്ങനെ കഷ്ടപ്പാടാണ്, ഒരിക്കലും വേണ്ട. അതൊക്കെ പഠിച്ചോൻ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ഇറക്കി തരുന്നുണ്ട്, അതൊന്നും വേണ്ട. മക്കളെ, എന്നാൽ നിങ്ങൾ ചോറ് തിന്നോളി, ഉള്ള കൂട്ടാനും കൂട്ടി. അമ്മായിമാർ നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു. ഉപ്പയുടെ പെങ്ങന്മാരായതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിന് ഒട്ടും കുറവില്ല. സ്നേഹം വാരിക്കോരി നൽകുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ഞങ്ങൾക്ക് ഒരു സമാധാനമായിട്ട് എൻ്റെ കുട്ടി ദർസിലൊക്കെ പഠിച്ച് ഉസ്താദായി എന്ന് പറഞ്ഞപ്പോഴാണ്
ഓന് കിട്ടണത് ഒരു 5000 രൂപ ആണെങ്കിലും ആ ഒരു ക്യാഷിൽ ബർക്കത്ത് ഉണ്ടാവുമല്ലോ. അത് ഞങ്ങൾക്കറിയാം താത്ത. നല്ല ബർക്കത്താണ് എല്ലാം കൊണ്ടും. നല്ല അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. യാതൊരു കുഴപ്പമില്ല. നല്ല രീതിയിൽ അന്തസ്സായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയും കൂടെ നന്നായി കിട്ടിയാൽ അൽഹംദുലില്ലാ അതൊക്കെ ആയിക്കോളൂടി, കുഴപ്പമില്ല. അങ്ങനെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അടുത്ത വീട്ടിലേക്ക് അങ്ങനെ പോയി. പിന്നെ ഉമ്മയുടെ കുടുംബത്തിലെത്തി. ഉമ്മയുടെ ആങ്ങളമാർ പിന്നെ അനിയത്തിമാർ അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ പോയി കല്യാണമെല്ലാം പറഞ്ഞു. അത്യാവശ്യം കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയി. ഏകദേശം രാത്രി 10 മണി ആയിട്ടുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം എല്ലാ വീടുകളിലും പറഞ്ഞു. ഉമ്മ കഴിഞ്ഞില്ലേ? അതേ മോനെ, പറയാനുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റബ്ബയോടെ വിട്ടിക്കണാവോ. കാരണം പറയാഞ്ഞാൽ നമുക്ക് പറ്റൂല, വിളിച്ചു പറഞ്ഞാലൊന്നും ചിലവിൽ വരില്ല. ഉമ്മ അത്ര വലിയ കല്യാണം എന്നല്ലല്ലോ, എന്നാലും അത്യാവശ്യമൊക്കെ ആ മോനെ. അല്ല എന്നാലും നമ്മളെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കണേ. അല്ലെങ്കിൽ പിന്നെ അവിടെ പറഞ്ഞില്ല മറന്നു ഒന്നും പറഞ്ഞാൽ പൊന്നു മോനെ ഒന്നും ശരിയാവില്ല. എനിക്ക് അറിയായിട്ടാണ് അതിനെപ്പറ്റി. അവർ അവരുടെ വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വഴിയിൽ 2-3 ബൈക്കിൽ ആളുകൾ അവരെ അതാ തടയുന്നു. ഒന്ന് നിർത്തിക്കേ. ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി. ഓഹോ, പുതിയാപ്പിള ആയിട്ടുണ്ടല്ലോ അല്ലേ? എന്നാ കല്യാണം അറിഞ്ഞില്ലല്ലോ. അത് മറ്റാരുമായിരുന്നില്ല, രാജേഷും അവൻ്റെ കൂട്ടാളികളുമായിരുന്നു. പറയടാ, വലിയ ഉസ്താദ് ചമ്മഞ്ഞ് നടക്കുകയാണല്ലോ. ജസീന എന്ന പെണ്ണിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? അതെനിക്കറിയണം. അത് എനിക്കറിയാതെ നിൻ്റെ കല്യാണം നടക്കൂല. ഇറങ്ങടാ. അവൻ പേടിച്ച് ബൈക്കിൽ നിന്നിറങ്ങി. ഉമ്മയും പൊന്നു മക്കളെ, എൻ്റെ കുട്ടീനൊന്നും കാട്ടരുത്, എൻ്റെ കുട്ടിയുടെ കല്യാണമാണ്, നിങ്ങൾ ദയവായി ഒന്നും ചെയ്യരുത്. എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? തള്ളേ, നിങ്ങൾക്ക് ഇവലറിയില്ല. ഇവന് വലിയ ഉസ്താദാണ് നടക്കണ്ടല്ലോ. ഓൻ എന്താ ആൾ നിങ്ങൾക്ക് അറിയോ? എൻ്റെ പെണ്ണിനെ അവന് കസ്റ്റഡിയിൽ വെച്ച് നിൽക്കുകയാണ്. എൻ്റെ പെണ്ണ് അവൻ്റെ കയ്യിലുണ്ട്. പഠിച്ചോനെ, ഓൻ്റെ പെണ്ണോ? എങ്ങനെ മോനെ ഇത്? എനിക്കൊന്നും അറിയണില്ലല്ലോ. ഉമ്മ, ഇല്ലമ്മ. അവൻ കരയുന്നു. കണ്ടില്ലേ കള്ളക്കരച്ചിൽ, കള്ളമൂല്യരുടെ കള്ളക്കരച്ചിൽ. ഇറക്കി വിടണം അവളെ എവിടെയാണെങ്കിലും. നീ എന്തിൻ്റെ പേരിലാണ് അവളെ ഒളിപ്പിച്ചു വെച്ചത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളായിട്ട് തന്നെയല്ലേ. മോനെ, എന്തൊക്കെയാണ് ഈ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാണല്ലോ. മക്കളെ, നിങ്ങൾ എന്ത് കാര്യത്തിന് എൻ്റെ കുട്ടീനെ തടഞ്ഞു വെച്ചിക്കണ്? പറ ഉസ്താദേ. പറയാതെ എങ്ങനെ? ദയവായി നിങ്ങളെന്നെ വെറുതെ വിടണം. എനിക്ക് ഇതിനെക്കുറിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. എവിടെയാണെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഉസ്താദിൻ്റെ ഫോണെന്ന് പരിശോധിച്ചാലേ വ്യക്തമായ ഉത്തരം ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉസ്താദേ, ആ ഫോണിങ് തരുമോ? രാജേഷും അവൻ്റെ കൂട്ടാളികളും ശരിക്കും അമ്പരിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ. അല്ലാ, എന്ത് ചെയ്യാം? ഉമ്മ പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കും. നിങ്ങളങ്ങ് കേസ് കൊടുക്ക്. എത്രയൊക്കെ തന്നെ കേസ് എടുത്താലും ഞങ്ങൾ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും. അതിനേക്കാളും വലിയ തെറ്റാണ് നിങ്ങളെ മോൻ ചെയ്തത്. എന്ത് തെറ്റെൻ്റെ മോൻ ചെയ്തത്? മോനെ, അതെ ഒന്നുമല്ല, പെണ്ണിനെ കടത്തി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിയോ? മോനെ, ഞാൻ എന്താണ് കേൾക്കണത്? ഉമ്മ, ഇല്ല, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂലല്ലോ. സത്യം പറയടാ, നീ എങ്ങോട്ടാണ് ഒളിപ്പിച്ച് കിടത്തിയത്? ഏത് പെണ്ണിൻ്റെ കാര്യം നീ പറയുന്നത്? ഞാനല്ല. ദയവായി നിങ്ങൾ എന്നെ എൻ്റെ ഉമ്മയും വെറുതെ വിടണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തതെന്ന് നിങ്ങൾ പറയണത്? സത്യം പറയണം. പറഞ്ഞില്ലെങ്കിലേ നിങ്ങളെ കയ്യിലുള്ളതൊക്കെ അങ്ങ് പിടിച്ച് വാങ്ങാൻ ഞങ്ങൾക്കറിയാം. അതിന് ഞങ്ങളെ കയ്യിൽ എന്താ ഉള്ളത്? ഇല്ലാതിരിക്കൂലല്ലോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. പറ ഉസ്താദേ, എവിടെയാണ് നിങ്ങൾ ആ പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചത്? സത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്തതിനെ കുറിച്ച് എന്നോട് പറയരുത്. ആഹാ, അങ്ങനെയാണോ? എടുക്കടാ ക്യാഷ്. എൻ്റെ കയ്യിലുള്ള ക്യാഷ് എടുക്ക്. കല്യാണത്തിന് ഒരുങ്ങി പോവുകയാണല്ലേ, കയ്യിൽ അത്യാവശ്യം ഉണ്ടാവും, എടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ദയവായി പ്രശ്നം ഉണ്ടാക്കരുത്. എൻ്റെ കുട്ടീൻ്റെ കയ്യിലൊന്നുമില്ല. ഒന്ന് ചെക്ക് ചെയ്യടോ. ഉസ്താദിൻ്റെ ആ ഒരു കീശയിൽ നിന്നും അരയിൽ നിന്നൊക്കെ ആയിട്ട് അവരതാ തപ്പി പിടിക്കുന്നു. അവൻ്റെ ആ ഒരു പേഴ്സിലുണ്ടായിരുന്ന ആകെയുള്ള ആ ഒരു കുറച്ച് ക്യാഷ് അതവർ അതാ എടുക്കുന്നു. അതേ, എന്നാണ് സത്യം പറയുന്നത് അതുവരെ ഇതുണ്ടാകും. കണ്ടല്ലോ, ഇതുപോലെ നിങ്ങളുടെ ക്യാഷ് മുഴുവൻ ഞാൻ എടുക്കുന്നു. കാരണം എൻ്റെ വലിയൊരു വരുമാന മാർഗമാണ് മുട്ടി നിൽക്കുന്നത്. നിങ്ങളുടെ കാരണം കൊണ്ട്
എന്ന് കിട്ടുന്നോ അതുവരെ ഇതുണ്ടാവും. തന്നില്ലെങ്കിൽ രാജേഷ് ആരാളെന്ന് നിങ്ങൾക്കാണ് മനസ്സിലാക്കി തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഉസ്താദും ഉമ്മയും ആകെ ഭയന്നു. അവൻ്റെ പേഴ്സിൽ ആകെ ഉണ്ടായിരുന്ന ആ ഒരു 6000 രൂപ അത് അവർ മോഷ്ടിച്ചു. അതവർ എടുത്തു. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മ, കല്യാണ ചെലവിലേക്ക് മാറ്റിവെച്ചതായിരുന്നു. അത് അവിടുന്ന്. മോനെ സാരില്ലടാ, എൻ്റെ കുട്ടിക്ക് പഠിച്ചോ, പൈസ തരും, എന്നിട്ട് പോരെ, ഒന്നും ചെയ്തില്ലല്ലോ. ഉമ്മ, എന്താ ഉമ്മ എങ്ങനെ സമാധാനത്തിലൂടെ ജീവിക്കുക? പാവപ്പെട്ട ഉസ്താദിൻ്റെ പണം കവർന്ന് രാജേഷും സംഘവും പുറപ്പെട്ടു. എടാ, ഇതിൽ 6000 രൂപയുള്ളത്, ഇതുകൊണ്ട് എന്തിനാടാ ആ ഒരു ഉസ്താദുമാർ ക്യാഷൊക്കെ ഇങ്ങനെ തട്ടിപ്പറിക്കണേ? ഒന്നുമല്ല, എൻ്റെ പെണ്ണല്ല, അവൻ്റെ പെണ്ണായിരുന്നു. ഞാനായിട്ട് അവളെ തട്ടിയെടുത്തത്. ഇപ്പം അവനങ്ങ് ഒളിച്ചും കൊണ്ടുപോയോ എന്നാണ് എനിക്ക് സംശയം. നോക്കാലോ. എടാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയുന്നു, എന്നടാ പിടിക്ക്. അവർ തന്നെ ആ ക്യാഷ് അതാ വീതിച്ചെടുക്കുന്നു. അതിലെടുത്ത്, ഹേയ് എനിക്ക് വേണ്ട, ദയവായി കഷ്ടപ്പെട്ട് ഒരു വിവാഹത്തിന് വേണ്ടി തയ്യാറായിരിക്കാരം അവരുടെ ക്യാഷൊക്കെ പിടിച്ചു വരിക്കുക എന്ന് പറഞ്ഞാൽ, നീ ഒന്ന് പോടാ, ഇങ്ങനത്തെ സന്മനസ്സുള്ളവർ നമുക്ക് വേണ്ടാട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ, എന്തിനാടാ? വേണ്ടില്ലായിരുന്നു. നീ പോടെ, നിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഇനിയും അവൻ്റെ കയ്യിൽ ക്യാഷ് വരും. ആ ക്യാഷൊക്കെ കവർച്ച ചെയ്ത് അതങ്ങ് എടുക്കണം. പിന്നെ അവൻ്റെ കയ്യിൽ ഉണ്ടാവും സ്വർണം പണമൊക്കെ ഇനിയും ഉണ്ടാവും. ഇത് മാത്രമൊന്നും ആവില്ല. ക്യാഷ് ഇല്ലാതെ ആരെങ്കിലും വിവാഹത്തിന് നിൽക്കുമോ? നോക്കാം. ആ രാത്രിയിൽ ഉസ്താദിനും ഉമ്മാക്കും വലിയ സങ്കടമായിരുന്നു. മോനെ, കുറച്ച് ദിവസം മുമ്പ് നമ്മളെ വീടിൻ്റെ മുമ്പിൽ വാതിലടിച്ച് പൊളിച്ചു വന്നില്ലേ, അവരായിരിക്കും അത്. ശരിക്കും ഉസ്താദിന് മനസ്സിലായിരുന്നു അതാരാണെന്ന്. അതേ, താൻ സ്നേഹിച്ച ഫർസാനയുടെ കാമുകനായിരുന്നു അവൻ. അവൻ്റെ കൂടെയാണ് അവൾ ഒളിച്ചോടിപ്പോയത്. പഠിച്ചോനെ, ഇതിപ്പോൾ എൻ്റെ തലയിലായല്ലോ റബ്ബേ. മോനെ, എൻ്റെ കുട്ടിക്ക് അറിയോ ഓലെ? അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കായിരുന്നു. ഉമ്മ അതിനു വേണ്ടി ഒരുങ്ങുന്നു. പക്ഷേ ഉമ്മ, കേസൊക്കെ ആയാൽ എന്തൊക്കെയായാലും അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് വക്കീലിന് അങ്ങനെയൊക്കെ ആയിരുമ്പോൾ ഉമ്മ അതിന് നിൽക്കണോ നമ്മളെ പേരിൽ? മോനെ, പിന്നെന്താടാ ചെയ്യുക? ശരിക്കും അവൻക്കറിയാമായിരുന്നു ഫർസാനയുടെ കാമുകനാണ്. അവൻ്റെ കൂടെയാണ് അവൾ ഒളിച്ചോടിയത്. പക്ഷെ ഉമ്മയുടെ മുമ്പിൽ നിന്ന് അത് പറഞ്ഞാൽ ഉമ്മ എന്ത് വിചാരിക്കും? അത്രക്കും ആ ഉസ്താദ് ഫാമിലിയെ നല്ല രീതിയിലാണ് ഷെഫി ഉസ്താദ് വർണ്ണിച്ചിരുന്നത്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഉമ്മാക്ക് എന്തൊക്കെ തന്നെയാലും അതൊരു ഷോക്കാവും. പിറ്റേ ദിവസം രാവിലെ, റബ്ബേ, നാളെയാണല്ലോ എൻ്റെ വിവാഹം. തലേ ദിവസം രാത്രി ഉസ്താദിന് ഉറക്കമില്ലായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പഠിച്ചോനെ, ആളുകളൊക്കെ ഇന്ന് തന്നെ എത്തിത്തുടങ്ങും. പഠിച്ചോനെ. ഉമ്മ, മോനെ, ഭക്ഷണമൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. ആ മോനെ, ഇന്നിപ്പോൾ തലേന്ന് എല്ലാവരും വരുമല്ലോ, നാളെയല്ലേ കല്യാണം. ഉമ്മ, ഈ ഒരു ചെറിയ വീട് ഇത് മോനെ, അതിനൊന്നും കുഴപ്പമില്ല. എൻ്റെ ഉപ്പാൻ്റെ പെങ്ങന്മാരും മക്കളൊക്കെ തന്നെയല്ലേ, ഉള്ള സ്ഥലത്ത് കിടന്നോട്ടെ. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ നാളെ വരാമെന്നാണ് പറഞ്ഞത്. നാളെ രാവിലെ ഇവിടുത്തെ സ്ഥലപരിമിതി കൊണ്ടും ഒക്കെ അങ്ങനെ അവർ വന്നോളും. അതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ കൂടുതലായിട്ട് നിർബന്ധിച്ചില്ല. ഉമ്മ, അതിനെന്താ, അവർ വന്നോട്ടെ ചൂടേനോ. മോനെ, നീ വന്നാലും വന്ന് പോവുമായിരിക്കും. ഉമ്മ, മോനെ, നിനക്ക് എന്താ ടെൻഷന്? ഇന്നലത്തെ സംഭവമാണോ? അത് സാരമില്ലടാ, ഞാൻ പഠിച്ചവനോട് കുറേ ദുർന്നിട്ടുണ്ട്. എൻ്റെ കുട്ടി കയ്യിലേറെ ഇരട്ടി പഠിച്ച റബ്ബ് തരും. 6000 രൂപ അല്ലേ ഉമ്മ? 6000 ആയാലും 60 രൂപ ആയാലും എന്തെന്നറിയില്ല, അത് അവർ പിടിച്ചു പറിച്ച് കൊണ്ടുപോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു, ഞാൻ പറഞ്ഞല്ലോ മോനെ നിന്നോട് കേസ് കൊടുക്കാമെന്ന്. വേണ്ടുമ്മ, കേസ് കൊടുത്താൽ ഒരു പക്ഷേ അത് ഫർസാനക്ക് അതൊരു കേടായി തീരും. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കും, അവളുടെ സുഖജീവിതം ഇല്ലാതാവും എന്നായിരുന്നു ഷെഫി ഉസ്താദ് വിചാരിച്ചിരുന്നത്. എന്തൊക്കെ തന്നെയും താൻ ഉപദ്രവം സഹിച്ചാലും വേണ്ടില്ല, ഒരിക്കലും അവളിരിക്കുന്ന സ്ഥലം ഞാൻ പറയില്ല. ഒരുപക്ഷെ അവർ സൗദി അറേബ്യയിലെ അന്വേഷണം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അവളെ, വേണ്ട, എന്തിനാണ്? ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അള്ളാഹുവേ, എൻ്റെ ജീവിതം റഹ്മാനെ, ഞാൻ സന്തോഷിച്ച് ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഉസ്താദിന് ഏറെ സങ്കടമായത് മറ്റൊന്നുമല്ല. തലേ ദിവസം അവൾ പറഞ്ഞത്, ഉസ്താദേ, നിങ്ങൾക്ക് എന്താ ഈ ഒരു ഉസ്താദ് എന്നുള്ള അതങ്ങോട്ട് ഒഴിവായിക്കൂടെ ആ ജോലി?
വേറെ എത്രയോ ജോലികളുണ്ട്. നല്ല ഫ്രീക്കനായി നടന്നൂടെ? എന്തിനാണ് ഈ വെളുത്ത ഡ്രസ്സ് കെട്ടി നടക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കും അത്രയും താല്പര്യം കേട്ടോ ഉസ്താദിനോട്. പക്ഷെ എൻ്റെ വീട്ടുകാരുടെ നിർബന്ധമാണ് ഇതൊക്കെ. എനിക്ക് സത്യത്തിൽ താല്പര്യം വളരെ കുറവാണ് ഇതിനോട്. പിന്നെ ഉസ്താദിനോട് ഞാൻ എങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എൻ്റെ വീട്ടുകാരനെ നിർബന്ധിച്ചതാണ്. എനിക്കിതിനൊന്നും താല്പര്യമില്ലായിരുന്നു. അവരുടെ ആ വാക്കുകൾ ഉസ്താദിൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. റബ്ബേ, ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതൊക്കെ അവസാനം ഈ രീതിയിലാണല്ലോ ആകുന്നത്. അല്ലാ, എനിക്കെന്തിങ്ങനെ? റബ്ബേ, ഉസ്താദ് ശോകമുഖമായി നിൽക്കുന്നത് ഉമ്മ ശ്രദ്ധിച്ചു. മോനെ, ഇതാ പന്തലിൻ്റെ ആൾക്കാരൊക്കെ വന്നിക്കണ്. മോനെന്താ അവിടെ മൂഡ് ഓഫായി നിൽക്കണത്? ഇല്ലമ്മ, ഞാനിതാ ചെല്ലുന്നു. അങ്ങനെ ചെറിയൊരു പന്തലാണ് ഇടുന്നത്. കാര്യമായിട്ടത്ര വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ഒന്ന് മാത്രം, അതും കൂടുതലായിട്ട് ഡെക്കറേറ്റും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ആ ഒരു ഓടിട്ട വീടിലേക്ക് സമാനമായ ചെറിയൊരു പന്തൽ. പിന്നെ കല്യാണ ദിവസം എല്ലാവർക്കും ബീഫ് ബിരിയാണിയും അച്ചാറും തൈരും പുളിയിഞ്ചിയും, അതുമാത്രം. വരുന്നവർക്കൊക്കെ സാധാ നാരങ്ങ വെള്ളം. കൂടുതൽ ചെലവുകളൊന്നും ഇല്ലാത്ത പരിപാടി. എങ്കിലും അത്യാവശ്യം കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അന്ന് ഉച്ചയോടെ തന്നെ വീട്ടിലേക്ക് അതാ കുടുംബങ്ങളും അയൽവാസികളെല്ലാം വന്നു തുടങ്ങി. എല്ലാവരും കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം എല്ലാവരും. നല്ല ശബ്ദമാണ് ഇപ്പോൾ വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉസ്താദിന് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളോർത്ത് നേരിയ വിഷമമുണ്ട്. തലേദിവസം തനിക്ക് പറ്റിയ ആ ഒരു ബുദ്ധിമുട്ട്, തൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു വാങ്ങിയത്, അതുമാത്രമല്ല പിന്നെ തൻ്റെ ഭാര്യ സീനത്ത് പറഞ്ഞത്. അല്ലാ, എല്ലാം കൂടി അറക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്ന് വരെ തോന്നിപ്പോകുന്നു. എങ്കിലും ഷെഫി ഉസ്താദ് പുറത്തേക്ക് ദുഃഖമൊന്നും കാണിക്കാതെ വീട്ടിലേക്ക് വരുന്നവരെ സ്നേഹത്തോടെ വരവേൽക്കുന്നു. അൽഹംദുലില്ലാ, കയറിക്കോളി, മാഷാ അല്ലാ, ഇരിക്ക് ഉമ്മ. എല്ലാവർക്കും ചായയും കടിയും എല്ലാം കൊടുക്കുന്നു. ഷെഫി ഉസ്താദിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രിയായി തുടങ്ങി. അമ്മായിയുടെ മക്കളെല്ലാവരും മൈലാഞ്ചിയിടുന്ന തിരക്കിലാണ്. ഷെഫി ഉസ്താദിൻ്റെ സ്നേഹിതന്മാരാണെങ്കിൽ മണിയറ ഒരുക്കുകയാണ്. ആകെ വീട്ടിൽ 2 റൂമാണുള്ളത്. അതിൽ ആ ഓടിട്ട ചെറിയ റൂം, അതാണ് ഉസ്താദിൻ്റെ മണിയറ. ഷെഫി ഉസ്താദ് കൂട്ടുകാരോട് പറഞ്ഞു, എടാ, വലിയ 6 അടിയുടെയും 7 അടിയുടെയും ബെഡും കിടക്കൊന്നുമില്ല കേട്ടോ, സാധാരണ രീതിയിലുള്ളതാണ്. അതിനെന്താടാ, ചെറിയ കട്ടിലും കിടക്കൊക്കെ വേണം, എങ്കിലും സ്നേഹം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരു റൂം നിറയെ ബെഡാണ്. പക്ഷേ ആ ബെഡ് ഉണ്ടായിട്ട് എന്താ, ഒരാൾ അങ്ങേ തലക്കിലും ഒരാൾ ഇങ്ങേ തലക്കിലും. സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ തലമുറ കിടന്ന പോലെ ചെറിയ കട്ടിലിൽ ഒരുമിച്ച് കിടക്കണം. അങ്ങനെ ആകുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുക. അല്ലാതെ കൂട്ടുകാർ അവനെ അത് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എടാ, കുഴപ്പമില്ല. അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ, ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കമ്പലും കിടക്കാന്നല്ലേ. ഒരുമ ഇല്ലാതാവുമ്പോഴല്ലേ പ്രശ്നം വരുന്നുള്ളൂ, ഒരുമ ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതങ്ങ് വേദനിച്ചു. റബ്ബേ, പഠിച്ചോനെ, നീ കാക്കല്ല. എന്തായാലും നിക്കാഹ് കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. എല്ലാവരും സന്തോഷത്തോടെയാണ് ആ രാവിൽ. നാളെയാണ് കല്യാണം. അതിനുവേണ്ടി അവരുടെ കൂട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും ഒന്നായിട്ട് സന്തോഷത്തോടെ അവിടെ കഴിയുകയാണ്. രാത്രിക്കുള്ള ആ ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാവരും അത് വളരെയധികം ടേസ്റ്റോട് കൂടി കഴിക്കുന്നു. മാഷാ അല്ലാ, ഇത് വേറൊരു ടേസ്റ്റ് തന്നെ. തലേ ദിവസത്തെ ഫുഡില്ലേ. ഇൻഷാ അല്ലാ, നാളെ നമുക്ക് ഉഷാറാക്കാലോ. നാളെ ബീഫ് ബിരിയാണി ആയിരിക്കും. നമ്മളൊക്കെ പാവങ്ങളല്ലേ, ഇത്രയൊക്കെ തിന്നല്ലേ. എടാ, എന്തിന്, എത്ര നല്ല, ഇതാണ് എപ്പോഴും നല്ലത്. എന്തിനാ ഒരുപാട് മന്തി, കബ്സ, സുർബിയാനി, മധൂത്ത്, അങ്ങനെ ഒരുപാട് റൈസൊന്നും വേണ്ട. ആസ്വദിച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ റൈസാണ് നല്ലത്. ഈ ഒരു ബീഫ് ബിരിയാണി അതിനൊക്കൂടാ മറ്റുള്ളതൊക്കെ. സുഹൃത്തുക്കൾ അവനെ അങ്ങനെ പറഞ്ഞു. ഇൻഷാ അല്ലാ, എല്ലാവരും റാഹത്തോടു കൂടി ഹാപ്പി ആയിരിക്കണം കേട്ടോ. എപ്പോഴും. എടാ ഫവാസേ, എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സക്കീർ ഉസ്താദ്, അവരോടും ഈ കാര്യമെല്ലാം പറഞ്ഞ് അവരുടെ ഫാമിലിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഉസ്താദിന് ഒരു സമാധാനമാണ്. പഠിച്ചവനെ, എൻ്റെ കൂട്ടുകാരും കുടുംബങ്ങളും അയൽവാസികളും ഒന്നായി ചേരുന്ന നല്ല കല്യാണമല്ലോ റബ്ബേ. അൽഹംദുലില്ലാ, പഠിച്ച റബ്ബേ.
റാഹത്തിലാക്കണേ. അന്ന് കിടന്നുറങ്ങുമ്പോൾ 12, 1 മണി, 2 മണി ആയിട്ടുണ്ട്. തലേ ദിവസം ഇറച്ചിപ്പണിക്കാരുടെയും വെപ്പുകാരുടെയും ഒക്കെ തിരക്ക് കാരണം ഷെഫി ഉസ്താദിന് ഒരുപോള കണ്ണടക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പറഞ്ഞ് അല്ല നാളെ പുതിയാപ്പിള ഇറങ്ങേണ്ട ചെക്കനാണ്, എന്തപ്പോൾ ഒന്ന് കിടന്നൂടെ. ഉമ്മയുടെ ആങ്ങളെ പറഞ്ഞു മോനെ ഷെഫിമോൻ പോയി കിടന്നോ കുറച്ച് സമയം, ഇത് രാവിലെ ആയിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട്, ഞാൻ നോക്കിക്കോളാം ഈ സ്ഥലങ്ങളൊക്കെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അമ്മാവൻ അങ്ങ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ വല്ലാതെ ടെൻഷൻ വന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഉമ്മ മാത്രമാണ്, ഉമ്മാക്കൊന്നിനും കഴിയൂല അങ്ങനെ ഉസ്താദ് ചിന്തിച്ചിരുന്നത്. പക്ഷേ അൽഹംദുലില്ലാ റാഹത്തോടു കൂടി എല്ലാവരും വന്ന് തൻ്റെ കല്യാണം ഉഷാറാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉസ്താദിൻ്റെ ആ ചെറിയ വീട്ടിൽ നല്ല ഒച്ചപ്പാടും ബഹളവും. അതെ, കല്യാണത്തിൻ്റെ നാളെയാണ് ഷെഫി ഉസ്താദ് മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അല്ലാ എല്ലാം റാഹത്തിലാക്കണേ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉസ്താദ് പടച്ചറബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് എന്നും പറയുന്ന പോലെ കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ അല്ലാ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമല്ല, ഒരുപാട് ആളുകൾ എനിക്ക് കമൻറ്റിലൂടെയൊക്കെ ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം എനിക്കത് കേട്ടപ്പോഴൊക്കെ. അതുപോലെ തന്നെ ഇങ്ങനെ കമൻറ്റ് എഴുതാൻ അറിയാത്തവർ എനിക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ട് അങ്ങനെയും വിടുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രായമായവരൊക്കെ നമ്മളെ കഥ കേൾക്കുന്നുണ്ട്. അതിലൊക്കെ ഏറ്റവും ഒരു സങ്കടകരമായൊരു വാർത്ത, അതായത് ഒരു കമൻറ്റിലൂടെ എനിക്ക് വന്നിട്ടോ, ഞാൻ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. പ്രായമായവർ ഒരുപാട് എഴുതലുണ്ട്, പേരക്കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണ പോലെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെനിക്ക് വായിച്ചപ്പോൾ സങ്കടം തോന്നി. നമുക്ക് ആർക്കും സങ്കടം തോന്നും കേട്ടോ. അതായത് ഒരു കുട്ടി എഴുതിക്കണ്, എനിക്ക് കണ്ണില്ല, കണ്ണിന് കാഴ്ചയില്ല എനിക്ക്, എങ്കിലും 3 കഥകളും കേൾക്കാറുണ്ട്. കമൻ്റ് എഴുതാനൊന്നും എനിക്ക് അത്ര ഒരു ഇതൊന്നും ഇല്ല. അപ്പോൾ കഥ കേൾക്കുമ്പോൾ സന്തോഷമാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കണ്ണില്ലാത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീൽ തോന്നി. പഠിച്ചവനെ, നമ്മൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് തന്നിട്ടുണ്ട്, ഈ ദുനിയാവിലുള്ളതെല്ലാം കാണാനുള്ള കാഴ്ച പഠിച്ച റബ്ബ് തന്നിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടി ഭൂമിയിലുള്ളതൊന്നും കണ്ടിട്ടില്ല, മൊത്തത്തിൽ ഇരുട്ടായിരിക്കും അവരുടെ ജീവിതം. പഠിച്ച റബ്ബേ, അപ്പോൾ ആ കുട്ടീൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടോ, അല്ലാഹുവേ അതൊക്കെ നാളെ ആഖിറത്തേക്കുള്ള മക്കളായിരിക്കും. അവർ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ കണ്ണിറിയെ അവരുടെ ആ കണ്ണുകൊണ്ട്, കാരണം ഒരു തെറ്റ് അവർ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വിചാരിച്ച് പഠിച്ചു, നമുക്ക് ദുനിയാവെന്ന് വെച്ചാൽ കുറച്ച് കാലമല്ലേ, ആഖിറ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആഖിറത്തിലൊക്കെ ഉള്ള കുട്ടികൾ, ബുദ്ധിയില്ലാത്തവർ കുട്ടികൾ, ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത, അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ദുനിയാവിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മക്കളെ ആരും വിഷമിക്കണ്ട, നിങ്ങളൊക്കെ ആഖിറത്തേക്കുള്ള സ്വർഗത്തേക്കുള്ള മക്കളാണ്. ഞങ്ങളെയും കൂടി കൈപിടിച്ച് ഒന്ന് കയറ്റണേ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ പറയണം തോന്നിപ്പോയി, എൻ്റെ മനസ്സിൽ നിറഞ്ഞു പോയി. എന്തായാലും പടച്ച റബ്ബ് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. മരണം ഹൈറാവുമ്പോൾ ഈമാനോടുകൂടി മൗത്താകാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടട്ടെ അല്ലേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.